സദസ്സിന് വന്ദനം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. ആ കഥയുടെ പേര് ഭൂതപ്പാട്ട്. പണ്ട് പണ്ട് കുന്നിഞ്ചരു ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിൽ എന്നും കുട്ടികൾ വരിവരിയായി വരുമായിരുന്നു. എന്തിനാണെന്നോ? മുത്തശ്ശി പറയുന്ന കഥ കേൾക്കാൻ. അപ്പോഴാണ് ഒരു ദിവസം മുത്തശ്ശിയുടെ അടുത്തേക്ക് പ്രകൃതിക്കുട്ടനായ ഉണ്ണിക്കുട്ടൻ വന്നത്. അമ്മ ചീത്തയാ, അമ്മ എന്നെ തല്ലി. മുത്തശ്ശി ഉണ്ണിക്കുട്ടനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കഥ പറയാൻ തുടങ്ങി. പണ്ട് പണ്ട് മലമുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വഴിപോക്കരെല്ലാം ഭക്ഷിക്കുകയായിരുന്നു പതിവ്. ഒരു ദിവസം നങ്ങേലിയുടെ കുട്ടി ഉണ്ണിക്കുട്ടൻ എഴുത്തു പഠിക്കാൻ പോയി. ഉണ്ണിക്കുട്ടനെ കണ്ട ഭൂതത്തിന് കൊതിയായി. ഭൂതം ഒരു കൊച്ചു തമ്പുരാട്ടിയുടെ വേഷവും കെട്ടി ഉണ്ണിക്കുട്ടനെയും കൊണ്ട് മലമുകളിലേക്ക് പോയി. നേരം സന്ധ്യയായി. അമ്മ തൻ്റെ കുഞ്ഞിനെയും തേടി നടന്നു. അപ്പോഴാണ് മായാവിയെ കണ്ടത്. മായാവി, മായാവി, നീ എൻ്റെ ഉണ്ണിയെ കണ്ടോ? ആ, കണ്ടു. ഒരു കൊച്ചു തമ്പുരാട്ടിയുടെ കൂടെ മലമുകളിലേക്ക് പോകുന്നത് കണ്ടു. ഉണ്ണി, ഉണ്ണി. അമ്മ ഭൂതത്തിനെ കണ്ട അമ്മ കരഞ്ഞുകൊണ്ട് ഭൂതത്തിനോട് ചോദിച്ചു, അല്ലയോ ഭൂതമേ, നീ എൻ്റെ ഉണ്ണിയെ തിരിച്ചു തരുമോ? ഭൂതം ഒരു ചുഴലിക്കാറ്റയച്ച് അമ്മയെ പിന്തിരിക്കാൻ നോക്കി. പക്ഷെ അമ്മ പിന്തിരിഞ്ഞില്ല. അവസാനമായി ഭൂതം പറഞ്ഞു, നീ നിന്റെ 2 കണ്ണുകളും എനിക്ക് തന്നാൽ ഞാൻ നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം. പാവം അമ്മ ഉണ്ണിക്ക് വേണ്ടി 2 കണ്ണുകളും ഭൂതത്തിന് കൊടുത്തു. ഭൂതത്തിന്റെ സൂത്രം കേൾക്കണോ? ഒരു തെച്ചിപ്പൂ എടുത്ത് മന്ത്രം ചൊല്ലി മറ്റൊരു ഉണ്ണിയെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ തൻ്റെ ഉണ്ണിയെ വാരിപ്പുണർന്നു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇത് തൻ്റെ ഉണ്ണിയല്ലെന്ന്. പെറ്റ വയറിനെ പറ്റിച്ച ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. ശാപം തനിക്കാവില്ലെന്ന് മനസ്സിലായ ഭൂതം അമ്മയുടെ 2 കണ്ണുകളും ഉണ്ണിയെയും തിരിച്ചു നൽകി. മുത്തശ്ശിയുടെ കഥ കേട്ട ഉണ്ണിക്കുട്ടന് അമ്മയോടുള്ള ദേഷ്യമെല്ലാം മാറി. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? അമ്മമാർ നമ്മെ തല്ലും, ശാസിക്കും. ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നന്ദി.